നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശിനോടും ചാരുവിനോടും പ്രതികാരം ചെയ്യണമെങ്കിൽ നീ ആ വീട്ടിൽ ചെന്ന് കയറണം. നിനക്കാ വീട്ടിൽ ചെന്ന് കയറാനുള്ള ഒരേ ഒരു മാർഗം അരവിന്ദ. ആകാശിന്റെ ചേട്ടന്റെ ഭാര്യയായി നീ ചെന്ന് കയറണം ആയിരപ്പറയിൽ. നീ അവിടുത്തെ മൂത്ത മരുമകളാവണം. ആ വീടിന്റെ താക്കോൽ കൂട്ടം നിന്റെ കയ്യിൽ തരും ഹേമ. ആ താക്കോൽ കൂട്ടം നിന്റെ കയ്യിലെത്തിയാൽ ആ വീടിന്റെ അധികാരം നിനക്കായിരിക്കും. ആകാശനെ മാത്രമല്ല, ചാരുവിനെയും അവളുടെ ബാലമ്മാമനെയും നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ വീട്ടിലെ ആരെ വേദനിപ്പിച്ചാലും ആകാശനും ചാരുവിനും നോവും. അവരെ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. ആ വീട്ടിൽ ചെന്ന് കയറുന്ന മരുമകളുടെ തീരുമാനം പോലെ ഇരിക്കും ആ വീട്ടിന്റെ തീരുമാനം. ഇപ്പൊ നിനക്ക് അവസരം വന്നു, അത് നീ വിട്ടുകളയരുത്. അതൊക്കെ ശരിയാ മമ്മി. പക്ഷേ ആകാശിനെ സ്നേഹിച്ചിട്ട് അവന്റെ ചേട്ടനെ കല്യാണം കഴിക്കുന്നത് ആലോചിക്കുമ്പോ എന്തോ പോലെ. ശരി മോളെ, ഞാൻ ചോദിക്കട്ടെ, നിന്റെ മനസ്സിലിപ്പോഴും ആകാശുണ്ടോ? ഇല്ല മമ്മി, എന്റെ മനസ്സിലിപ്പോ അവനില്ല. ചാരുവിന്റെ കഴുത്തിൽ താലികെട്ടി അവൻ എന്നെ എന്നില്ലാതാക്കിയോ ആ നിമിഷം മുതൽ ഞാനവനെ മറന്നതാ. ആകാശുണ്ടായിരുന്ന എന്റെ മനസ്സിപ്പോ ശൂന്യമാണ് മമ്മി. പ്രതികാരം ചെയ്യാനുള്ള അവസരം ഇതുപോലെ ആരും മുന്നിൽ കൊണ്ടുവച്ച് തരില്ല ശ്രേയ. അത് വിട്ടുകളയരുത്. അവൻ നിന്നെ തഴഞ്ഞപ്പോ എനിക്ക് എത്രമാത്രം വേദനിച്ചെന്നറിയോ? അതിന് നീ ഒരു തിരിച്ചടി കൊടുക്കണം മോളെ. അതിനുള്ള മാർഗം നീ ആയിരപ്പറയിലും മരുമകളായി ചെന്ന് കയറുക എന്നുള്ളതാ. നീ ആലോചിക്കേ, നിന്റെ മനസ്സിൽ പകയും പ്രതികാരവും വെച്ച് നീ ആലോചിക്കേ. മമ്മി പറഞ്ഞത് കറക്റ്റാ. അവനെ ഇല്ലാതാക്കണം എനിക്ക്. അവനെ മാത്രമല്ല, ചാരുവിനെ. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അവർക്ക് ആലോചിക്കേണ്ടി വരണം. സമാധാനമില്ലാതെ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥയിലെത്തിക്കും രണ്ടിനെ. ഞാൻ തീരുമാനിച്ചു മമ്മി, ആ വീട്ടിലേക്ക് മരുമകളായി പോവാൻ.